ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോവാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ തന്നെ ഒരു 8:15 ആയപ്പോൾ എല്ലാവരും എത്തി. ഒരു 8:45 കൂടി തന്നെ ഞങ്ങൾ പോവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ 4 അമ്മമാരും കൂടി അവരുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഓരോ കുട്ടികളെയും അമ്മമാരെ ഞങ്ങൾക്ക് എങ്ങനെയാണോ തന്നത് അതേപോലെ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു തട്ടലോ മുട്ടലോ ഒന്നും വരാത്ത രീതിയിൽ ഞങ്ങൾക്ക് അവരെ സൂക്ഷിക്കുകയും വേണം. അപ്പം ഞങ്ങൾ രാവിലെ ടീച്ചർമാർ കുട്ടികളെ നമ്മൾ ടൂർ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ അറ്റൻഡൻസ് ഒക്കെ എടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയായിട്ട് തന്നെയാണ് ടീച്ചർമാർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അവരെ പുകഴ്ത്തിപ്പറയോ അങ്ങനത്തെ ഒരു കാര്യമല്ല. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ കണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല ജലദോഷമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്നാലും നമ്മൾ ടൂറിൻ്റെ കാര്യമാകുമ്പോൾ പിന്നെ എങ്ങനെയായാലും നമുക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പേരൻസൊക്കെ കുട്ടികളെ വണ്ടിയിൽ വിടുന്നതും കാത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എല്ലാ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അങ്ങനെ വരാൻ പറ്റില്ല. കാരണം ചിലർക്ക് കുട്ടികളുണ്ട്, ചിലർക്ക് ജോലിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് പോവാൻ എന്താ പറയുക, ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്നത് ബസ്സിലല്ല കേട്ടോ. ബസ്സിൽ എല്ലാവർക്കും കൂടി പോകാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾ 4 അമ്മമാർ കൂടി, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടല്ലോ, 5 അമ്മമാരുണ്ട്. അതിലൊരാൾ വന്നിട്ടില്ല. അപ്പം നമ്മൾ 4 ആളും കൂടിയിട്ട് കാറിൽ പോകാനാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ സ്കൂളിലൊക്കെ വന്ന് നമ്മൾ അത്രയും എന്താ പറയുക, കൂട്ടായ സ്ഥിതിക്ക് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇവരുടെ കൂടെയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കായിട്ട് മാത്രം പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ തന്നെയല്ല, നമ്മുടെ പിള്ളേരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ദീദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ടൂർ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ദേ നമ്മുടെ മുരുകൻ ചേട്ടൻ, നമ്മുടെ സാരഥി എന്താ പറയുക, ഉഷാറായിട്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ടൂർ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാർക്കും പിള്ളേർക്കും ഒക്കെ കൂടിയിട്ടുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അങ്ങനെ രാവിലെ എല്ലാവരും ബസ്സിൽ കയറി, ടീച്ചർമാരൊക്കെ കയറി, അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മൾ സന്തോഷമായിട്ടും ഓരോ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അത്രയും സൂക്ഷിക്കണം. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ദേ ഞങ്ങൾ സാരഥി ഇതാണ് ഞങ്ങളുടെ ചുട്ടു എന്ന് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വിളിക്കാട്ടോ, ചുട്ടുന്ന്. അപ്പോൾ ദേ വേറെ നമ്മുടെ സിനിയുണ്ട്, പിന്നെ ആയിഷയുടെ അമ്മ ദീദി ഫ്രണ്ടിലുണ്ട്. ഒരാൾ മിസ്സിങ് ആണ്. അത് വലിയൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ, ആളില്ലാത്തത്. പക്ഷേ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ദേ ഞങ്ങൾ 4 ആളും ഇങ്ങനെ ഒരുമിച്ച് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അത് ഈ പറയുന്ന പോലെ പിള്ളേരുടെ കൂടെ പോകലും, പിന്നെ അത് തന്നെയല്ല നമുക്കിങ്ങനെയാണ് ഒരു അവസരവും കിട്ടുക. അപ്പോൾ പിന്നെ അതിൽ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരെ നോക്കുമ്പോഴേ നമ്മുടെ പിള്ളേരെ ഒക്കെ നോക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിലിരിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഒമിറ്റിംഗ് ടെൻഡൻസി എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഭാഗ്യവശാൽ പോകുമ്പോൾ അവളാണ് വാൾ വെച്ചത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായില്ല. അതിൻ്റെ പിറ്റത്തെ ദിവസം അന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം പ്രയാസമൊക്കെ ഉണ്ടായത്. നിങ്ങളെൻ്റെ മുഖം കണ്ട് ഞെട്ടണ്ട, ഞാൻ ആകെ അവശ റോളിലായിരുന്നു. 2 ദിവസം മുന്നേ വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ടാണ് ഈ വക കാര്യങ്ങൾക്ക് തുനിയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ അവസരങ്ങളൊക്കെ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മുടെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മലകളും കാടും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തന്നെയല്ല, നമുക്ക് നമ്മുടെ ബസ് നമ്മുടെ പിള്ളേരത് ഇങ്ങനെ വരുമ്പോഴില്ലേ ഒരു വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. അവർ ഇതിലെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഓ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിള്ളേരെ എന്താ പറയുക, അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്കങ്ങനെ അവരുടെ കൂടെ സന്തോഷിക്കാനും അതേപോലെ തന്നെ നമ്മളുടെ ഏകദേശം ഒരേ വൈബുള്ള കുറച്ച് പേരെ നമുക്ക് കിട്ടാമെന്ന് പറയുന്നതും അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ നമ്മൾ യാദർശികമായിട്ട് എല്ലാവരും കൂടി ഒത്ത് വന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീദി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ദീദി ഇത്രയും ദൂരം വരുന്നത് തന്നെ. അപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ ആളുടെ നാട് ഓർമ്മ വരുന്നു എന്നൊക്കെ പറയാണ്. അവരുടെ വീട് ഇതുപോലെ ഒരുപാട് കാടും പുഴയൊക്കെ കടന്നിട്ട് വേണം. അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, അവളോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഹിന്ദി കൈവശം വേണം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഹിന്ദി ഈ
ഞങ്ങൾ ആക്ഷനും ഒക്കെ കൂടിയിട്ടുള്ള ഹിന്ദിയാണ്. അപ്പോൾ എന്താ പറയുക, ഹിന്ദിയിൽ പുഴന്ന് ആ നേരത്ത് കിട്ടണില്ലേ. ഞാൻ പറഞ്ഞു പുഴ, നദി നദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുൾ ആക്ഷനോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നത്. അങ്ങനെ എന്താ പറയുക, അവൾക്കും ഒരു സന്തോഷം, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മൾ സിൽവർ സ്ട്രോമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ആ പിള്ളേർ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും ഒച്ചയും ബഹളവും. പിന്നെ ഞങ്ങൾ ഓളിയിട്ട് എന്തിനാ പിന്നെ കുറയ്ക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളാന്ന് തോന്നുന്നു ഫസ്റ്റ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു അനക്കോ അല്ലെങ്കിൽ അങ്ങനെ അധികം ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ല മുഴുവൻ സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം പിറ്റത്തെ ദിവസം ശിവരാത്രി ആയതുകൊണ്ട് ഒരു എന്താ പറയുക, ആ ടൂർ പോയ ക്ഷീണമൊക്കെ നമുക്ക് തീർക്കാം എന്ന് കരുതിയിട്ടായിരിക്കണം. ഞങ്ങൾ അങ്ങനത്തെ ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മുടെ ടീച്ചർമാർ അങ്ങനെ ടൂർ വെച്ചത്. പിന്നെ എക്സ്ട്രാ ഒരു ലീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചു. പക്ഷേ നമ്മൾ ആലോചിച്ചത് എങ്ങനെയാണോ മറ്റു സ്കൂളുകാർ ആലോചിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുമാത്രം പിള്ളേരെ വന്നേ. ഞാൻ എന്നിട്ട് മുരുകൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മുരുകൻ ചേട്ടൻ പറയാം ഇതൊന്നും ഒന്നുമല്ലാന്ന്. എൻ്റെ അപ്പം ഞാൻ ആലോചിച്ചു, ഈശ്വരാ, ഇനിയും പിള്ളേർ വന്ന് ഇനി സംഭവം സ്ഥലമില്ലായകയല്ല, പക്ഷെ നമ്മുടെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് തെറ്റിപ്പോവും. പക്ഷെ അത് തെറ്റാതെ നമുക്ക് തന്നതുപോലെ തന്നെ അവരെ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ 4 ആളും പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പൈസ ഞങ്ങളുടെ അതായത് പേരൻസ്, അതായത് ഞങ്ങൾ 4 ആളും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരും പൈസ ഡിവൈഡ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. പിന്നെ വരുന്നത് കണ്ടടാ ബസ്സിൽ, അതോ ഒരു സ്കൂളിൽ നിന്ന് 5 ബസ്സാണ് വന്നത്. അത് തന്നെയല്ല, അതുപോലെ എത്രയോ ആൾക്കാരാണ് ഒരു നിമിഷം നേരം കൊണ്ടെന്ന് അറിയുമോ. നമ്മൾ ചെല്ലുമ്പോൾ ശൂന്യമായിരുന്ന സ്ഥലം പിന്നെ ഫുള്ള് പിള്ളേരോട് നിറഞ്ഞ്. പിള്ളേരാണെങ്കിൽ സിൽവർ സ്ട്രോമിൽ എത്തിയ സന്തോഷത്തിൽ ആഹ്ലാദ പ്രകടനങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മുഴുവൻ നീളം ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ടീച്ചർമാർ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത്, എങ്ങനെയാണ് അവരെ ഓരോ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, നമ്മൾ കോഴികൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുറേ പരുന്ത് പിടിക്കാതിരിക്കാനും ഒക്കെ നമ്മളിങ്ങനെ ചിറകിനടിയിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന പോലെ ഓരോരുത്തരും, ഈവൻ ഇത് നമ്മുടെ ഷേലിയമ്മ, നമ്മുടെ സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ നെൽകുന്ന സ്കൂളിലെ റഹബോത്തിലത്തെ എല്ലാം ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ മുരുകൻ ചേട്ടൻ, ഇവരടക്കം നമ്മുടെ പിള്ളേരെ ശ്രദ്ധിക്കാൻ. നമുക്ക് ചിലവർക്ക് പിള്ളേരെ ടൂർ വിടുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. എത്ര പിള്ളേർ പോണതാ, പിന്നെ ടീച്ചർമാർ നോക്കുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു ചിന്ത വരും. പക്ഷെ ഞാൻ 100ൽ 101% പറയുന്നു, നമ്മുടെ സ്കൂളിൽ കേട്ടോ, റഹബോത്ത് എന്നുള്ള സ്കൂളിൽ നിന്നും ടൂർ പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പേടിയോ ഭയോ ഒന്നും വേണ്ട. നമ്മുടെ ടീച്ചർമാർ പിള്ളേരെ എന്താ പറയുക നന്നായിട്ട്, എനിക്ക് തോന്നാൻ നമ്മളെക്കാളും നന്നായിട്ട് അവർ നോക്കും. എല്ലാ കാര്യങ്ങളും അവരുടെ ഓരോ കുട്ടികളുടെയും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞങ്ങളുടെ മക്കൾ ടൂറും വന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ പോയത്. പറഞ്ഞു, ഇവിടെ നിന്ന് സ്കൂൾ എത്തുന്നവരെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എന്താ പറയുക, ചിലപ്പോൾ വിശക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറണമെന്നോ ബാത്റൂമിൽ പോകണമെന്നോ അങ്ങനെ വരുമ്പോൾ അവരവരുടെ ക്ലാസ് ടീച്ചറോട് പറയാം, നമ്മളോട് പറയരുതെന്ന് ഉള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് പോകുമ്പോൾ സ്കൂളിലെ നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ എന്താ പറയുക പാലിച്ചുകൊണ്ട് വേണം പോവാനായിട്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കളെ മാത്രമായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെ നമ്മുടെ മക്കൾ പോകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവരെ കെയർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊരിക്കലും പാടില്ല. അത് ഈ പറയുന്ന ഞങ്ങൾക്ക് ഒരു 5 പേർക്ക് ഞങ്ങൾ അങ്ങനത്തെ ഒരു വൈബുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കണം ഞങ്ങൾ എല്ലാ കാര്യവും ഞങ്ങൾ ജസ്റ്റ് എല്ലാവരെയും നോക്കാനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടെന്നുള്ളൊരു ഇതിനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞ് കഥ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സിൽവർ സ്ട്രോമിൻ്റെ അകത്ത് കയറി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവരുടെ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്, എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ പൂളിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞ് എല്ലാവരും വെള്ളത്തിൽ കളിക്കാനുള്ള ഇൻട്രസ്റ്റിലാണ് ആദ്യം ചെല്ലുന്നത്.
പക്ഷെ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് വേറെ റൈഡിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ വെള്ളം മേത്തൊന്നും ആയിട്ട്, അതായത് ഡ്രസ്സിൽ വെള്ളമൊക്കെ ആയിട്ട് റൈഡുകളിലും കയറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്കറിൽ വെക്കാനാണ് പോകുന്നത്. കാരണം ഇനി അവർക്ക് വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ സ്നാക്സിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അവർ ടൂറ് അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോരുത്തരെ, അതായത് ഒരു ലോക്കർ നമുക്ക് തരും. അതിൽ നമ്മളെല്ലാവരുടെ ബാഗ് കാര്യങ്ങൾ അവർ എന്താ പറയുക റാക്കായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതേ നമ്മുടെ പിള്ളേർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ടീച്ചർമാരെ നിങ്ങൾ കണ്ടല്ലോ, പിള്ളേരെ എണ്ണെടുക്കാണ്. ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴും എണ്ണം എന്താ പറയുക നോക്കി ഒക്കെ എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതേ നോക്കിയേ, ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ചമ്മാണ് കേട്ടോ. അച്ചമ്മും പിന്നെ ഷെയിലേച്ചി, നമ്മുടെ മുരുകൻ ചേട്ടനും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കൂടി എങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ ദീദി അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷെ ആള് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അത് വഴിയേ ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് തന്നെ 3D. നമ്മുടെ ലിജി ടീച്ചർ പോണു. ലിജി ടീച്ചർ എന്താ പറയുക ഫുൾ ഓണാണ്. അതായത് ലിജി ടീച്ചർക്ക് ചെറുതായിട്ട് കാലുവേദനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ലിജി ടീച്ചർ അതൊന്നും വക വെക്കാതെ നമ്മുടെ പിള്ളേരെ പരമാവധി എല്ലാത്തിലും നമ്മൾ കയറിയിട്ടാണ്. പിന്നെയും ഞാനാണ് കയറാത്തത്, കാരണം എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ ഇതേ നമ്മുടെ അശ്വിനി ടീച്ചർ. അപ്പോൾ അശ്വിനി ടീച്ചർ നമ്മുടെ പുതിയൊരു ടീച്ചറാണ്. അതുപോലെ ഇതേ പിള്ളേർ 3D കാണാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ലിയ ടീച്ചറും രേഷ്മ ടീച്ചറൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വർഷം എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ 3D കാണാൻ പോകുമ്പോൾ പിള്ളേർ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഓളിയിടുക. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൻ്റെ ഒക്കെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ പറയാം, ദൈവം ഇവർക്കൊന്ന് ഓളിയിടണ്ടല്ലോ, കയറണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കയറി. പക്ഷേ അതിൽ പേടിപ്പിക്കുന്ന രീതിയിലായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ കസേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും. പിന്നെ ഇങ്ങനെ കണ്ടു ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരാൾക്ക് മാത്രം 3D കാണാൻ ഭയങ്കര പേടിയാണ്, നമ്മുടെ രേവതി കുട്ടിക്ക്. അപ്പം നമ്മൾ മറ്റാൾക്കാർ വരുന്നവരെ അവൾക്ക് നമ്മൾ എന്താ പറയുക ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നു. കാരണം കുട്ടീനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. അതിപ്പോൾ ആ കുട്ടീന്ന് തന്നെയില്ല, ഏത് കുട്ടിയായാലും നമ്മൾ ഒറ്റയ്ക്ക് വിടുന്നതല്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ ടീച്ചർമാർ അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ ആദ്യ ട്രിപ്പ് ആൾക്കാർ കണ്ടു കഴിഞ്ഞ് വന്നു. അപ്പോൾ ടീച്ചറെ അവളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കയറാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ കയറിയ കഥ പറയുമ്പോൾ എനിക്ക് കിട്ടിയ കണ്ണട കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത്. ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് 3D കാണാനൊക്കെ ആയിട്ട് ഇരുന്നത്. കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളത് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നതാണ്, ഇത് ട്രെയിനാണോ എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ട്രെയിൻ പോലെ തന്നെ ഒരു 4-5 പേർക്കൊക്കെ ഒറ്റ ട്രിപ്പിന് ഇരുന്നിട്ട് ജസ്റ്റ് നമ്മുടെ സിൽവർ സ്ട്രോം ഒന്ന് ചുറ്റിക്കാണാം. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അപ്പം അതും പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ സന്തോഷമല്ലേന്നേ. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ നമ്മൾ ടീച്ചർമാരും ഒക്കെ, ഇത് അശ്വിനി ടീച്ചറെ മോനാണ് കേട്ടോ. അശ്വിനി ടീച്ചറെ മോനും വന്നിരുന്നു. പക്ഷേ ടീച്ചറെ എന്താ പറയുക, അശ്വിനി ടീച്ചറെ മോൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മോനെ ശ്രദ്ധിക്കുന്ന തിരക്കിലല്ലായിരുന്നു, മറ്റുള്ള കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളിലായിരുന്നു. പിന്നെ ഉണ്ണി നമ്മളെല്ലാവരൊക്കെ ആയിട്ട് സെറ്റായി. അവർ കൂടുതലും വേറെ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് അവർ നടന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സിൽവർ സ്ട്രോമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഒരുപാട് വ്യത്യാസം. ഞങ്ങളൊരു 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യാസമൊക്കെ ആയിട്ട് എക്സ്ട്രാ വേറെ പൂള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നല്ല വൃത്തി ഭംഗിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ നമ്മളുടെ പൈസ പോയി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എക്സ്ട്രാ വേറെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ എന്താ പറയുക അവർക്ക് മറന്ന് കളിക്കാനുള്ള സംഭവങ്ങൾ വരെ നമുക്കവിടെ റെഡി ആയിരുന്നു. അപ്പോൾ ഓരോ ട്രിപ്പ് ആൾക്കാരെ കണ്ടു കഴിഞ്ഞ് വന്നു. അടുത്തത് നമ്മുടെ മുരുകൻ ചേട്ടനും ചുട്ടുമാണ്. മുരുകൻ ചേട്ടൻ ഞാൻ പറയും, മുരുകൻ ചേട്ടൻ അവിടെ പോയാലും ഡ്രൈവർ എന്നുള്ള പദവിയിൽ തന്നെ വീണ്ടും ഇരിക്കും. അങ്ങനെ പിന്നെ വന്നത് ഞങ്ങളാണ് കേട്ടോ. ഞാനും ഷേളിയമ്മയും ദീദിയും കൂടിയിട്ടായിരുന്നു. എൻ്റെ കോലം കണ്ട് ഞെട്ടണ്ട, ഞാൻ ചേട്ടൻ്റെ അതായത് എൻ്റെ കെട്ടിയവൻ്റെ ഒരു ബനിയനൊക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തെ കാഴ്ചകളാണ് ഇപ്പം ഈ കാണുന്ന വെള്ളം. എന്താ പറയുക, ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും എടുത്ത് ചാടാനൊക്കെ തോന്നും. പക്ഷേ ഫസ്റ്റ് വരുമ്പോൾ തന്നെ വെള്ളത്തിൽ ചാടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ, അതായത് ഇതുപോലത്തെ വെള്ളത്തിൽ കളിക്കാം കേട്ടോ. അല്ലാണ്ട് കടലിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. സംഭവം കടലിൽ പോയി കഴിഞ്ഞാൽ
പോയാൽ കഴിഞ്ഞില്ലേ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചുവരവ്, അതായത് അത്രയും ഇതിലേക്ക് പോകും. എനിക്കൊരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതാവുമ്പോൾ നമ്മൾ പോവില്ല എന്നറിയാം, എന്നാൽ വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാം. അങ്ങനെ കേട്ടോ. പിന്നെ ഞങ്ങളിതേ നമ്മുടെ പിള്ളേരെ ഇതിനെന്താ പറയുക, ഇലക്ട്രിക് കാറോ അങ്ങനെ അതിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ വേറെ സ്കൂളിലെ പിള്ളേരും കൂടിയിട്ട്, അങ്ങനെ ചെറിയ കുട്ടികൾക്ക് എന്തായാലും ഓടിക്കാൻ അറിയില്ല. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കയറ്റി അവരെ ഇതുപോലെ റൗണ്ടൊക്കെ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം, കാരണം എത്രയോ പിള്ളേരുകളാണെന്നറിയോ. എനിക്ക് തോന്നാതെ എന്താ ഇങ്ങനെ ഇത്രയധികം, അന്നത്തെ ദിവസം എല്ലാ ദിവസം അങ്ങനെയാണോ എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ പോകുമ്പോഴൊന്നും അത്രയും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഇതേ നമ്മുടെ പിള്ളേർ ഓരോരുത്തരും ഓരോ സെറ്റുകാരൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേ വേറെ റൈഡ്, എല്ലാ ടീച്ചർമാരും ഓരോരോ ഗ്രൂപ്പുകളെ ഓരോരോ കാര്യം ഒറ്റയടിക്ക് എല്ലാവരും കൂടി ഒരു ഒരെണ്ണത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പിള്ളേരെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകലും ടീച്ചർമാർ നല്ല എന്താ പറയുക ഭംഗിയായിട്ട്, ഞാനത് എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നിങ്ങൾക്ക് അത് അത്രയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ ഒരു കാരണം ടീച്ചർമാരൊക്കെ പിള്ളേരെ നോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മക്കളെ നോക്കുമ്പോൾ സിമ്പിളായിട്ടൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ ഈ പിള്ളേരെല്ലാവരെയും ഒരുമിച്ച് നോക്കുമ്പോൾ അതൊരുപാട് എന്താ പറയുക, നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ അത് അവർ ഹാപ്പി ആയിട്ട് ചെയ്യണു. അപ്പോൾ ഇത് ഡുഡു പോകണുണ്ടോ, ഡുഡുവിൻ്റെ ടീച്ചറുടെ കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉർസുല ടീച്ചറാണ് കേട്ടോ. ആൾ നല്ല പുലിയാണ്, ഓടിക്കുന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രാക്ടീസായിട്ടൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ ഒരുപാട് സത്യം പറഞ്ഞാൽ ഈ സാധനത്തിൽ ഇരിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ വേറൊരു കൊച്ചിൻ്റെ കൂടെ പോയത്. അങ്ങനെ ഞങ്ങളുടെ ഊഴം എത്തി. ഞങ്ങൾ അമ്മമാരെ ഓരോ പിള്ളേരുടെ കൂടെ കയറി. പക്ഷെ ഞാൻ കയറിയ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ആൻറ്റി കയറി കഴിഞ്ഞാൽ മോനെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുന്നപ്പോൾ കുഴപ്പമില്ല ആൻറ്റി കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 അമ്മമാരും കൂടിയിട്ട് 4 ആളുടെയിലും കയറി ഞങ്ങൾ ഇടിച്ച് കളിക്കുകയായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക്. അതായത് ഞാൻ പറയും അവരെപ്പോൾ ഇടിക്കും എന്നൊക്കെ പറയുമ്പോൾ തമ്മിൽ കൂട്ടിയിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അധികം പരിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തത്. അല്ലാത്തുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യില്ലല്ലോ. അതും ഒരു സന്തോഷം. അവരിലെ ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൂട്ടി സന്തോഷമായിട്ട് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം അങ്ങനെ കളിക്കുമ്പോൾ നമുക്കും എൻജോയ് ചെയ്യണ്ടേ, അങ്ങനെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അടുത്ത ഊഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മുരുകൻ ചേട്ടനാണ് കേട്ടോ. മുരുകൻ ചേട്ടൻ ഒറ്റയ്ക്ക്, ഞങ്ങളെല്ലാവരും രണ്ടാൾ വെച്ചിട്ടാണ് പോയത്. പക്ഷെ മുരുകൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ മുരുകൻ ചേട്ടനും കുട്ടികളിൽ ഒരാളായി. കുട്ടികളെയൊക്കെ എന്താ പറയുക കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടികളെയൊക്കെ നോക്കലും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ പറയും ഞങ്ങളുടെ മുരുകൻ ചേട്ടനല്ല, ഇതല്ല ഞങ്ങളുടെ മുരുകൻ ചേട്ടൻ എന്നൊക്കെ ഞങ്ങൾ ചുമ്മാ തമാശയൊക്കെ പറയൂട്ടാ. ഇന്നത്തെ ദിവസം നമുക്ക് പിന്നെ എൻജോയ്മെൻറ്റ് ചെയ്തില്ലേ, പിന്നെ എപ്പോഴാണ് ചെയ്യാം. അങ്ങനെ ഞങ്ങളും എന്താ പറയുക അടിച്ച് പൊളിച്ച് ഇങ്ങനെ റൈഡ് കാര്യങ്ങളിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പോയതേ ബോട്ടിംഗ് ആണ്. പക്ഷെ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെടലും അങ്ങനെ എന്തോ ഒരു സംഭവം നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയിട്ടേ നീങ്ങുന്ന രീതിയിൽ അതിലായിരുന്നു. പക്ഷേ ബോട്ടിൽ ഞങ്ങൾ 4 ആളാണ് കയറിയത്. പക്ഷെ പാവം ദീദിയും ചുട്ടുമാണ് ഫ്രണ്ടിലിരുന്നത്. അവർക്ക് എന്നെയും കൊണ്ട് പോകാൻ പറ്റണ്ടേ. ഞാൻ ഓഹൈ എന്ന് പറയും. പക്ഷെ ഒന്നാമത്തെ കാര്യം അത്രയും കാല് വേദന എടുക്കട്ടോ, നന്നായി ചവിട്ടിയാൽ മാത്രമേ അത് മുന്നോട്ട് നീങ്ങുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വട്ടം തിരിയും. അപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ടാണ് ചവിട്ടി ഞങ്ങൾ ഓരോ സ്ഥലത്ത്. പക്ഷെ ഞങ്ങളുടെ വണ്ടി ബാക്കോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ബാക്കോട്ട് പോയി. പിന്നെ ഇതിങ്ങനെ പതുക്കെ പോയി ഞങ്ങൾ എന്താ പറയുക എൻജോയ് ചെയ്തു. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഒരു പൂൾ എന്നൊക്കെ പറഞ്ഞത്. ഇത് എക്സ്ട്രാ അവർ ചെയ്തതാണ്. പക്ഷെ ഇത് നല്ല രസമാണ്. നമ്മൾ കുഞ്ഞേ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അധികം ആഴൊന്നുമില്ല, ചെറിയ മക്കൾക്കൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ആവും. പിന്നെ ഇതൊക്കെ പുതിയതായിട്ടാണ്. ഇതൊന്നും ഞാൻ മുന്നേ വന്നപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല. ഇതൊക്കെ പണിപ്പുരയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ പിള്ളേർക്ക് ഒരേ സമയം കളിക്കാനും എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നല്ല മണം, അതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടായിരുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചെടിയൊക്കെ ഒടിച്ച് കൊണ്ടുവന്നേനെ. പക്ഷെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ അവരുടെ റൂൾസിൽ അതൊന്നും എടുക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചെടിയൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് മേടിച്ചൊക്കെ വരുന്നത് കാരണം എനിക്ക് ഇങ്ങനെ വിഷമായി. സാരില്ല,
പിന്നെ അതേ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ, ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഓരോ സൊറ പറയായിരുന്നു. പിന്നെ അതേ വെയിലായിട്ട് പിള്ളേർ ഓരോരുത്തരും ഓരോ റൈഡിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ലാസ്റ്റ് ചില പേർക്കൊക്കെ വയ്യാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിയായി. പക്ഷെ ഇത്ര അധികമൊന്നും നമ്മൾ കളിക്കാറില്ലല്ലോ, അവരെ ഫുൾ പഠിപ്പും കാര്യങ്ങളും. പിന്നെ ഒന്നാമത്തെ കാര്യം നല്ല വെയിലും അല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ റൈഡിലൊക്കെ പോയി ആടുന്നത് നമ്മുടെ പിള്ളേരായിട്ടാ. ഞാൻ ആലോചിക്കും ഇവർക്ക് എന്തുമാത്രം ധൈര്യമാണെന്ന്. എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഛർദ്ദിക്കും, രണ്ടാമത്തെ കാര്യം എനിക്ക് അതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ചിന്തിക്കേ വേണ്ട. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് ഒരു പേടിയൊന്നുമില്ല. പിന്നെ അവർ എൻജോയ്മെൻറ്റ് ചെയ്യട്ടെ, എന്നാൽ അവരുടെ ദിവസം അവർ എൻജോയ്മെൻറ്റ് ചെയ്തില്ല പിന്നെ ആരാ എൻജോയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലില്ലിയാനും ആയിഷക്കുട്ടിക്കും വയ്യ മീൻസ് ഒരു 12 മണിക്ക് ആയി. അപ്പോൾ അവർക്ക് വിശന്ന് തളർന്നു അവർ, കാരണം കളിച്ച് വയ്യാണ്ടായി. അപ്പോൾ സ്റ്റെനി ആൻറ്റി എപ്പോഴാണ് ചോറുണ്ണാൻ പോവുക എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റുള്ള കുട്ടികളെയും കൊണ്ട് ടീച്ചർമാർ ഓരോ സ്ഥലത്തും പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു എന്താ പറയുക ബോഡി ഗാർഡായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ സമയം പോയിട്ടോ. അപ്പോൾ അതേ വേറെ സ്കൂളിൽ നിന്ന് ഇപ്പോഴാണ് കേട്ടോ കുറേ പേര് ഇങ്ങനെ വന്ന്, കുറേ കോളേജിൽ നിന്ന് തോന്നുന്നു അവിടെ നിന്നൊക്കെ കുറേ പേര് വന്നു. പിന്നെ നമ്മൾ സ്കൂൾ യൂണിഫോമിലാണ് അവരെ വെള്ളത്തിൽ ഇറക്കിയത്. കാരണം ഇവരെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടില്ല, മിസ് ചെയ്യും. അതായത് പല സ്കൂളിൽ നിന്നും വന്നവരായതുകൊണ്ടേ അങ്ങനെ. അപ്പോൾ എന്നിട്ട് അതിന് യന്ത്രഊഞ്ഞാലെന്നാണോ വഞ്ചി അത്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യും. അവർ മൈക്കിൽ വിളിച്ച് പറയും ഇന്ന സ്കൂളിൽ നിന്നും വരുന്ന ടീച്ചർമാരും കുട്ടികളും ഫുഡ് കഴിക്കാൻ വരണമെന്ന്. ഞങ്ങളും ഞങ്ങളുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണ സമയമാണ്. ചോറും സാമ്പാറും പപ്പടവും ഉപ്പേരിയും പിന്നെ എലിശ്ശേരിയും പിന്നെ മുളക് വറുത്തതും അച്ചാറും മോരും രസം ഒക്കെ കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലിറങ്ങേണ്ട ധൃതിയിലായിരുന്നു. അപ്പോൾ ടീച്ചർമാരെ പിള്ളേരോട് പറഞ്ഞത് ഫുഡ് കഴിക്കുന്നവരെ മാത്രം വെള്ളത്തിൽ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം രാവിലെ കയറുമ്പോൾ തന്നെ അവർക്ക് ഒരു ബണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമ്മ നിന്നാണ് അവർ ഇത്രയും സമയം കളിച്ചത്. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർമാർ പിള്ളേരെ കുറച്ച് സമയം തണലത്തൊക്കെ ഇരുത്തി നമ്മുടെ മുരുകൻ ചേട്ടനും അവരൊക്കെ കൂടി ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്ത് നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയം നമുക്ക് മാജിക് ഒന്ന് കണ്ടാലോ.
അങ്ങനെ ദേ നമ്മൾ മാജിക്കൊക്കെ കണ്ടു. അപ്പോൾ ഈ കൊട്ടേൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം വിചാരിച്ച സത്യം പറഞ്ഞാൽ പാമ്പാന്ന് വിചാരിച്ചു. എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രാവായിരുന്നു, പ്രാവ്. ഞാനത് അയാളോട് ചോദിച്ചു. എന്നെയും ഒരു മാജിക്കിനായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 100 രൂപ കൊടുത്തിട്ട് ആളത് ന്യൂസ് പേപ്പറാക്കി തരും. അതിനുശേഷം ആ ന്യൂസ് പേപ്പർ കത്തിക്കുക. ആൾ കത്തിച്ച് അത് കയ്യിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്ത 100 രൂപയുടെ നോട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ തൊട്ടടുത്തിരുന്നിട്ട് തന്നെ ഇത് ഇങ്ങനെ അതിനാണല്ലോ പിന്നെ മാജിക് എന്ന് പറയാം. അപ്പം ഞാൻ ആൾ പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടെ, ആ കൊട്ട തുറക്കുമ്പോൾ ഒരു പ്രാവ് വരും. ആ പ്രാവ് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾ അടച്ച് പിന്നെയും തുറക്കുമ്പോൾ 2 പ്രാവ്. അതെങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്കത് മനസ്സിലാവണില്ല. ആൾ ആ കാലിൻ്റെ മുകളിൽ തുണിയിട്ടിട്ട് കാലിങ്ങനെ അനക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പ്രാവായിരിക്കുന്ന ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നോക്കൂ, 2 പ്രാവ് വന്നു. അതെങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്നറിയില്ല. പക്ഷെ എന്നാലും രസമായിരുന്നു കേട്ടോ. പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. ഇനി ഞങ്ങൾ നേരെ പോയത് വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ദൈവമേ, പിള്ളേരെ എത്ര നേരം കാത്തിരുന്ന് അവരെ ചോറുണ്ണ്, അതായത് നിർബന്ധിച്ച് ചോറുണ്ട്. ആർക്കും ചോറൊന്നും വേണ്ട, വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി. പക്ഷെ അതല്ലല്ലോ, വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും, ഇതൊന്നും അല്ല കേട്ടോ പിള്ളേർ, ഇതൊക്കെ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പല പല റൈഡിലും കയറിയിട്ടാണ് വരിക. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേർ എടുത്ത് കിടന്നു. യശോദേ എന്ന് പറയുമ്പോൾ ദേ വീണു കേട്ടാ. നമ്മുടെ രേവതി കുട്ടിയാണ്. പിള്ളേർക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, അവർ ഭയങ്കര അർമാദിക്കലായിരുന്നു. അങ്ങനെ ദേ നമ്മളും അവരെ കൂട്ടത്തിൽ ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ടാ. എനിക്ക് പിന്നെ എന്താ പറയുക, അവരുടെ കൂടെ ഇറങ്ങി. കാരണം എത്രയോ പിള്ളേർ ടീച്ചർമാർ നോക്കിക്കണം കണ്ടോ. കാരണം ഓരോ സ്കൂളിൽ നിന്നും വരുന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇവരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പോൾ നമ്മുടെ കണ്ണായാലും അവരുടെ കണ്ണായാലും എപ്പോഴും അവർക്ക് ചുറ്റുണ്ടാവണം. അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ പിള്ളേരുടെ കൂടെയും ഞങ്ങൾ ഒരുപാട് സമയം കളിച്ചു. ദേ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടോ, ഞാൻ പിള്ളേരെ ഒക്കെ ഓരോരുത്തരെയും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അങ്ങനെ വലിയ ആഴമെന്ന് പറയാനൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതേ ഓരോരുത്തരും എൻ്റെ കാലുമൊക്കെ കെടുത്തി കുഞ്ഞുണ്ണികളെ കളിപ്പിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ആയിഷയും എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഇതേ നമ്മുടെ ഓരോ പിള്ളേരും മുകളിൽ നിന്ന് ഒഴുകി വരുന്ന കേട്ടോ. ഓരോരുത്തരും ഓരോരോ ആക്ടിവിറ്റിയിലേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് എന്താ പറയുക വലിയ ഇന്നലെ 2 ദിവസം മുന്നേ ഞങ്ങൾ അന്നാണ് പോയത് കേട്ടോ സത്യം പറഞ്ഞ ടൂറ്. പക്ഷേ അന്ന് എനിക്ക് ഇതിലൊന്നും കയറാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിലൊക്കെ കയറിയാനെ. പക്ഷേ ഇതേ കണ്ടോ, അമ്മമാരും ടീച്ചർമാരൊക്കെ നമ്മുടെ പിള്ളേർ അവിടെ ലൈഫ് ഗാർഡ് ഉണ്ട് എങ്കിൽ പോലും അവിടെ ആരെങ്കിലും നിൽക്കും പിള്ളേരെ പിടിക്കാനും അവരെ നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ വലിയ പിള്ളേരൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്കറിയാം. പിന്നെ LKG UKGയിലത്തെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ ശ്രദ്ധയോടെ ദേ കണ്ട നമ്മുടെ സാറാമ്മയാണ് വരുന്നത്. ദേ പിടിച്ചു കണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ വരുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. എന്താ പറയുക, ഒരുപാട് ഞാനിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു നമ്മുടെ ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ്. എന്നെ കണ്ടോ, എന്നെ അവർ പിള്ളേർ വെള്ളത്തിൽ മുക്കിക്കൊന്നില്ല എന്നുള്ള അതുപോലെ ആയിരുന്നു. ഞാനും അർമാദിക്കുകയായിരുന്നു. എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ എന്നിട്ട് ടീച്ചർമാരോട് പറയും, നിങ്ങൾ കണ്ടാമൃഗ അതല്ലേ വെള്ളത്തിൽ കിടക്കുന്ന 24 മണിക്കൂറും. എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എന്താ പറയുക, അങ്ങനെ പിള്ളേരുടെ കൂടെ എൻജോയ്മെൻറ്റ് ചെയ്ത് ഇനി പറ്റുകയാണെങ്കിൽ അതിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവനെയും എനിക്ക് സന്തോഷം. എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം ചൂട്, എന്ത് ചൂടാന്ന് പറയാം. പിന്നെ ഈ വെള്ളത്തിൽ നിൽക്കുന്ന കാരണം നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ആ ചൂട് നമുക്കങ്ങനെ അധികം ഫീൽ ചെയ്യില്ല. പക്ഷെ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോഴാണ് ആവി പറക്കും. അപ്പോൾ പിള്ളേർക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒഴുകി വന്ന് വെള്ളത്തിൽ വീഴുന്നത്. അതിലാണ് അവർ കൂടുതൽ, അതാകുമ്പോൾ അധികം ഹൈറ്റിൽ അല്ല, പക്ഷേ എന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ ദേ ഡുഡു വരുന്നു. ഡുഡു പേടിച്ചു. ഡുഡു പെട്ടെന്നൊരു ആന്തൽ പോലെ വന്നു. പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയപ്പോൾ എന്നെയും വെള്ളത്തിലിറക്കില്ല, അവനും വെള്ളത്തിലിറക്കില്ലായിരുന്നു. പിന്നെ ഇച്ചിരി കൂടി വലുതായപ്പോൾ അവന് ഇൻട്രസ്റ്റ് ആയി. പിന്നെ മുങ്ങാങ്കുഴിയൊക്കെ ഇട്ടിട്ടാണ് പിള്ളേർ സ്റ്റിനിയാൻ്റെ നോക്കി എന്നിട്ട് മുങ്ങാങ്കുഴിയൊക്കെ ഇട്ടിട്ടാണ് അവർ കളിക്കണത്. പക്ഷെ ഇവരുടെ നമ്മുടെ ബെന്നുട്ടൻ വരുന്നു. അവരെ സന്തോഷം കണ്ടോ നിങ്ങൾ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ. എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും കൂടി പോകുമ്പോഴും ആ ഒരു കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം അത് തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ ഡുഡുവിന് തലയിൽ ചെവിയിൽ വെള്ളം കയറാണ്ടിരിക്കാൻ തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൊപ്പി
വെച്ച് വെള്ളത്തിലിറങ്ങി. പക്ഷേ അവന് തൊപ്പീൻ്റെ ഉള്ളിൽ അവന് തല ഭയങ്കരമായിട്ട് വയർക്കുന്ന ഒരു ശരീരമാണ് അവൻ്റെ. ഇതേ നമ്മുടെ ബീക്കുട്ടൻ. അപ്പോൾ തൊപ്പി ഊരിയപ്പോഴേ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം, അതായത് വിയർപ്പായിട്ടുള്ള വെള്ളം. അപ്പോൾ അതങ്ങ് ഊരി അവനും എന്താ പറയുക, അവനും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതേ ഞാനും ഡൂഡും പിന്നെ ഡൂഡുവിൻ്റെ ക്ലാസ്സിലത്തെ പിള്ളേരും ഒക്കെ കൂടി അടിച്ചു പൊളിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ വെള്ളത്തിൽ മുങ്ങാങ്കുഴി മുങ്ങിയൊക്കെ ഇട്ട് കളിച്ച് ഞങ്ങൾ ഒരുപാട് സമയം വെള്ളത്തിൽ കളിച്ചു. പിന്നീടൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലല്ലായിരുന്നു. കാരണം നമ്മൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല, നമ്മളങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. അപ്പോൾ അത് കളിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ അവർക്ക് ആദ്യം ഒരു ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കളിച്ച് ക്ഷീണിച്ച്, കാരണം കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം കളിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചായയും നമുക്ക് പഴംപൊരിയാണ്. അപ്പോൾ അതും കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി. പിന്നീട് ഞങ്ങളിപ്പോൾ വരുന്ന സമയത്ത് തിരക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം വന്നു, ഞങ്ങൾ ആദ്യമേ പോകുന്നു. ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല, കാരണം അവരൊക്കെ ദൂരെ നിന്ന് വന്ന ആൾക്കാരല്ലേ. അപ്പോൾ പിള്ളേരുടെ കൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ എന്നെ ചുറ്റിപ്പറ്റിയാണ് ഇങ്ങനെ നടക്കുക. അവർക്ക് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടത്തിലെല്ലാവരും നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. കുറേ പേര് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ അത്രയധികം എടുക്കാൻ പറ്റിയില്ല. അത്രയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ചായ കുടിക്കുന്ന ഏരിയ. അപ്പോൾ എല്ലാവരും സത്യത്തിൽ വെള്ളത്തിലൊക്കെ കളിച്ച് തളർന്നു. ഇനി വീടൊന്നും എത്തിയാൽ മതി, ഒന്ന് കിടന്നുറങ്ങാനുള്ള രീതിയിലാണ് അവർ. പക്ഷേ നല്ല വിശപ്പും ഉണ്ടാവും കേട്ടോ, കാരണം പതിവില്ലാത്ത രീതിയിൽ കുറേ കളിച്ചതല്ലേ. അങ്ങനെ ചായ കുടിക്കാനിരുന്നു. ഞാൻ പിന്നെ വീട്ടിലത്തെ പോലെ തന്നെ തലയിൽ തോർത്ത് കെട്ടിയിട്ടാണ് നടന്നായിരുന്നത്. കാരണം എൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഒന്നാമതേ തലയ്ക്ക് ഇത്തിരി സുഖക്കേടാണ്, പക്ഷേ തലവേദന വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനങ്ങനെ തലയിലൊക്കെ തോർത്തുമുണ്ടൊക്കെ കെട്ടി നടന്നു. അപ്പോൾ നമ്മുടെ മുരുകൻ ചേട്ടൻ പിള്ളേർക്ക് പഴംപൊരിയൊക്കെ കൊടുക്കുകയാണ്. പഴംപൊരിയും നല്ല ചൂട് ചായയൊക്കെ കുടിക്കുക, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചർമാരൊക്കെ പിള്ളേർക്ക് എല്ലാവരെയും കഴിച്ചോ എന്താണ് എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പഴംപൊരി കഴിക്കുകയാണ്. ഞങ്ങൾക്കും കിട്ടി പഴംപൊരി. ദീദി വെള്ളത്തിലിറങ്ങിയില്ല. അപ്പം ഞങ്ങൾ പറയായിരുന്നു, നീ എന്തിനാ വന്നേ, നീ വെറുതെ പൈസ കൊടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആയില്ലേ എന്നൊക്കെ പറയാണ്. എനിക്ക് തോന്നുന്നു അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചത് കൊണ്ടായിരിക്കണം അവൾക്ക് ഇങ്ങനെ കൂട്ടത്തിൽ വരുമ്പോൾ വെള്ളത്തിലിറങ്ങാൻ കേട്ടോ. അല്ലാത്തുള്ള കാര്യത്തിലൊക്കെ ആൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവൾ ഇറങ്ങിയില്ല. അവൾക്ക് ഒരുപാട് അതൊക്കെ കുറേ പേര് ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് എന്തോ ഒരു മടിയോ ചമ്മലോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഷേളിയമ്മ. അപ്പം ഞാൻ ഷേളിയമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കുറച്ചും കൂടി, ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കൂടി നല്ല അടുപ്പാണ്. പക്ഷേ ഇങ്ങനത്തെ ഓരോ ട്രിപ്പൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ ഓരോരുത്തരായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ആവുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചു, ഇങ്ങനെ എന്താ പറയുക പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പം മുരുകൻ ചേട്ടൻ ബാക്കി വന്ന പഴംപൊരി യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേര് ഊട്ടിയ പോലെ ഞങ്ങൾക്കൊരു പഴംപൊരിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ച് തരുകയാണ് കേട്ടോ. കഷ്ണത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടല്ല, പക്ഷെ ആ തരാനുള്ള മനസ്സ്, അതാണ് എന്താ പറയുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇയാൾ പൊട്ടിച്ച് എല്ലാവർക്കും വീതം വെച്ച് തരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സത്യം പറഞ്ഞാൽ വിശപ്പിനേക്കാൾ കൂടുതൽ ദാഹമായിരുന്നു. കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കുറേ സമയം ഇങ്ങനെ വെള്ളത്തിൽ കിടന്നും ഇതൊക്കെയായി ആകെ ക്ഷീണമായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു, ടീച്ചറും HM ഒക്കെ ആയിട്ട്. അപ്പം മുരുകൻ ചേട്ടനും നമ്മുടെ HM ഒക്കെ കൂടി കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ചിരിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസി ടീച്ചറൊന്നും ഇറങ്ങിയില്ല വെള്ളത്തിൽ, കാരണം അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. ലിജി ടീച്ചർക്കും ആണെങ്കിലും അതെ, ലിജി ടീച്ചർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതേ ഞങ്ങളുടെ സ്കൂളിൽ ആടുതോമേനെ കണ്ടോ, ഞങ്ങളുടെ പ്രസന്ന ടീച്ചർ ആടുതോമ എന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ, നമ്മൾ അത്രയും അടുപ്പായതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ടീച്ചർ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിനെ ഞങ്ങൾ ചുമ്മാ ഒരു എന്താ പറയുക ട്രോൾ ചെയ്താണ്. സംഭവം വെയിലായതുകൊണ്ടേ
അപ്പോൾ അതേ പിള്ളേർ വീട്ടിൽ നിന്ന് സ്നാക്സൊക്കെ കൊണ്ടുണ്ടെന്ന് നോക്കിക്കേ. എൻ്റെ മക്കളെ ഞങ്ങൾക്ക് കണ്ട അവർ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വായിൽ ഓരോന്ന് വെച്ച് തരും. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ സന്തോഷമായിട്ട് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സിൽവർ സ്ട്രോമുകാർ ഐസ്ക്രീം ഗിഫ്റ്റായിട്ട് തന്നത്. അതായത് ഞങ്ങൾ ഇത്രയും പേര് വന്നത് കാരണം നമുക്കൊരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു പിള്ളേരെ ഹാപ്പി ആയിട്ട് പോകണം എന്നാണല്ലോ. അതുകൊണ്ട് എന്താ പറയുക, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ അതേ നമ്മുടെ മുരുകൻ ചേട്ടൻ ടീച്ചറുടെ കണ്ണാടിയൊക്കെ വെച്ച് മുരുകൻ ചേട്ടൻ പോസ്റ്റൊക്കെ ചെയ്യാണ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എന്തായാലും നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ പിള്ളേർ ലേസും ഇതൊക്കെയാണ് സ്നാക്സായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും ലേസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ കൊണ്ടുവരാത്ത പിള്ളേർ കൊണ്ടുവന്ന പിള്ളേരോട് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ അവർ കൊടുക്കൂട്ടോ, ആരും അങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതേ ടീച്ചർമാരും എല്ലാവരും എന്താ പറയുക അടിപൊളിയായിട്ടിരുന്നു. ഇതേ വേറെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരുടെ ബാഗുകളൊക്കെ കണ്ടോ, ഇങ്ങനെ നിരത്തി ഇതൊക്കെ കുറച്ച് പേരായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ സ്ട്രോം കയറി വരുമ്പോഴത്തെ. അപ്പോൾ ഐ ലവ് സിൽവർ സ്ട്രോം എന്ന് എഴുതിയ ഭാഗത്ത് ഞങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാം, അതാവുമ്പോൾ ഒരു മെമ്മറിയും കൂടി ആവുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ സ്നാക്സ് കഴിക്കേണ്ട ധൃതിയിലായിരുന്നു. പക്ഷെ അവർക്ക് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് അങ്ങനെ കയറിയത് അവർക്ക് വലിയ തൃപ്തിയില്ല. പക്ഷെ നമുക്ക് അധികം സമയം അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. കാരണം തിരിച്ചു വരുന്ന റൂട്ട് ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് ഇരുട്ടായിട്ട് വരാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ഇരുട്ടാകുമ്പോഴേക്കും വീട്ടിലെത്താം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാണ്. ടീച്ചർമാരും കുട്ടികളും എല്ലാവരും കൂടി നമ്മൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പിക്നിക്കിനൊക്കെ പോകുന്നത്. പക്ഷെ അത് നമുക്കൊരു മെമ്മറിയാണ്. നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ എവിടെയും പോവില്ല. എന്നെ സംബന്ധിച്ച് മരുന്ന് മേടിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്കൊക്കെയാണ് ഞാൻ 24 മണിക്കൂറും പോവാറ്. ഇങ്ങനെയായിട്ട് നമുക്ക് മാത്രമായിട്ട് കുറച്ച് സമയത്ത് നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. പോകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ടീച്ചർമാരും കൂടിയിട്ട്, അതായത് എല്ലാ സ്റ്റാഫുകളും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ പിള്ളേരെ ഓരോരുത്തരെയും വീണ്ടും എണ്ണി തിട്ടപ്പെടുത്തി ഞങ്ങൾ അതിനു മുൻപ് നമ്മുടെ ടീച്ചർമാരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ എല്ലാവരും ടാറ്റ പറഞ്ഞു. ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് യൂട്യൂബിൽ ഇടാനാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തിയിട്ട് ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയിലും ഇടാമല്ലോ. അപ്പോൾ അതേ എല്ലാവരും കൂടി സംസാരിച്ച് ഞങ്ങളിങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഓരോരുത്തർ നടക്കാനൊന്നും വയ്യ, വെള്ളത്തിലൊക്കെ കളിച്ച് ക്ഷീണമായി. ഞങ്ങൾ വിചാരിച്ച് ഇവർ വണ്ടിയിലിരുന്ന് ഉറങ്ങുകയൊക്കെ ആവുമെന്ന്. പക്ഷെ എന്നാലും എല്ലാവരും ഗ്രൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ, എല്ലാവരും പോയതിൻ്റെ ലാസ്റ്റാണ്. ഞങ്ങൾ കുറച്ച് പേര് ബാക്കിൽ, കുറച്ച് പേര് ഫ്രണ്ടിൽ, കുറച്ച് പേര് സൈഡിൽ, അങ്ങനെ ആയിട്ടാണ് നമ്മൾ പിള്ളേരെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ ലാസ്റ്റ് ഞാനും ഷേലിയമ്മയും ചുട്ടും ദീദിയും സിനിയും എല്ലാവരും കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനി ടീച്ചറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സിൽവർ സ്ട്രോമിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക തയ്യാറെടുപ്പ്, നമ്മുടെ യാത്ര ഈ ട്രിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ സിൽവർ സ്ട്രോം ഞാൻ പറഞ്ഞല്ലോ ഐസ്ക്രീം അല്ലാതെ നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഷേളിയമ്മയുടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഷേളിയമ്മ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷേളിയമ്മയ്ക്ക് നല്ലൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ സ്ട്രോമിൻ്റെ ഓഫീസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്കൂളിലേക്ക് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നതിന് അവരുടെ ഒരു സന്തോഷത്തിന് നമുക്കൊരു നോട്ടീസ് ബോർഡ് ഒരു സമ്മാനമായിട്ട് കിട്ടി. അപ്പോൾ പിന്നെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസന്ന ടീച്ചറും നമ്മുടെ അച്ഛമ്മൊക്കെ കൂടിയിട്ട് അവരുടെ ബുക്കിനകത്ത് എഴുതാണ് കേട്ടോ. അത് എഴുതിയതിന് ശേഷം നമുക്ക് അവരൊരു ഗിഫ്റ്റ് തരാണ്. അപ്പോൾ അതേ നമ്മുടെ HM അത് സന്തോഷത്തോടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ടീസ് ബോർഡ് നമ്മുടെ സ്കൂളിലുണ്ടാവും പിള്ളേർക്ക് എല്ലാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ അതേ കൂടെ നമുക്ക് ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സിനിയാണ് ഐസ്ക്രീം കൊണ്ടുപോകുന്നത് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതേ ബോർഡും ഐസ്ക്രീമും കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേർ അവിടെ വെയിറ്റിംഗ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ ഇരുത്തിയൊക്കെയാണ്. അപ്പോൾ ഐസ്ക്രീമുള്ള കാര്യം അറിയില്ലായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് അവർക്ക് ഐസ്ക്രീം കിട്ടിയത്. അപ്പോൾ പിന്നെ അവർക്ക് ഇരട്ടി മധുരമായി. ചായയും പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം ഐസ്ക്രീമും കൂടി കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ ദേ ഓരോരുത്തരും ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേരായാലും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയല്ല ഐസ്ക്രീം. പരമാവധി നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കുന്നത് എന്താ പറയുക നിർത്തുകയാണെങ്കിൽ നല്ലത്. പരമാവധി വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ.
ഞാനത് കൊടുത്തുകൊണ്ട് പറയല്ല, പുറത്തുനിന്ന് നമുക്ക് കിട്ടിയത് ഗിഫ്റ്റാണ്. അത് നമുക്കിപ്പോൾ ഒരു പ്രാവശ്യമൊന്നും കഴിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. വീട്ടിലൊക്കെ ആകുമ്പോഴും നമുക്ക് ഉണ്ടാക്കി സിമ്പിളായിട്ടൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഐസ്ക്രീമൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് നമുക്കിപ്പോൾ അധികം തണവുള്ളതും കഴിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ്, ഒരാഴ്ച കൊണ്ടാണ് എന്താ പറയുക വയ്യാതെയായി. ഞാനും കൂട്ടത്തിൽ അവരുടെ കൂടെ ഒരു ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിക്കുന്നത് കുഴപ്പമില്ല, പിറ്റത്തെ ദിവസം എനിക്ക് വയ്യാണ്ടായി. എനിക്ക് എന്താ പറയുക കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതേ നമ്മുടെ ടീച്ചർമാരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും കുട്ടികളുടെ പോലെയാണ്. അവർക്ക് പിന്നെ അടിച്ചു പൊളിക്കണ്ട, ഏത് നേരം പഠിപ്പ് എന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. പക്ഷേ എല്ലാവരും കൂടി ഞങ്ങൾ സംസാരിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ആന ഇറങ്ങിയ ഒരു സ്ഥലമാണല്ലോ അവിടെ, ഏഴാറ്റുമുഖം ഗണപതി അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മുരുകൻ ചേട്ടനും ഒരു ഐസ്ക്രീം, ഈ നല്ല ചൂടത്ത് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചു. ദയവശാൽ ഒരു പിള്ളേർക്കും ഒരു കുഴപ്പമൊന്നുമില്ലാതെ നമ്മളെല്ലാവരും അവരെ ശ്രദ്ധിച്ചു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു കുട്ടിക്ക് പോലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ടീച്ചർമാരായാലും നമ്മുടെ മുരുകൻ ചേട്ടനായാലും ഷേളിയമ്മ ആയാലും ഒക്കെ അവരെ നോക്കുന്നത്. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. അടുത്ത വർഷം ഇതിലും ഏറെ പിള്ളേരായിട്ട് നമുക്ക് എല്ലാവർക്കും ടൂർ പോകണം. കാരണം വീട്ടിൽ നമുക്ക് പോകാൻ പറ്റാത്ത പേരൻസൊക്കെ ആകുമ്പോൾ മുൻകൂട്ടിയിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പം 4 ആൾ വരുന്നത് തന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. വരാൻ പറ്റാത്ത അമ്മമാരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ബസ്സൊക്കെ വിളിച്ചിട്ട് വരാം. ഞങ്ങൾ ടീച്ചറോട് അത് പറയും കൂടിയും ചെയ്തു. നമുക്കിനി ഒരു ബസ്സൊക്കെ വിളിച്ച് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ച് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരമാവധി സ്കൂളിൽ വരുമ്പോൾ പിള്ളേർക്കായാലും ടീച്ചർമാർക്കായാലും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കൊണ്ടായില്ലെങ്കിലും നമ്മളെ അതായത് എന്തെങ്കിലും ഉണ്ടാക്കാനോ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കളും അതുപോലെ വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ വരാൻ പറ്റാത്ത കുട്ടികളായാലും പേരൻസിനായാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിച്ച് പോകണം. അപ്പോൾ അതേ ടീച്ചർമാർ പിള്ളേരെ ഓരോരുത്തരെയും ബസ്സിലേക്ക് കയറ്റാണ്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് 5 ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ 5 ബസ്, ഇതിപ്പോൾ 3 ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടുണ്ട്. 5 ബസ്സാണ് ഒരു സ്കൂളിൽ നിന്ന് വന്നത്. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ദൈവം ഇവരെങ്ങനെയാണ്. നമുക്ക് ഇത്രയും പിള്ളേരെ വെച്ചിട്ട് തന്നെ നമ്മൾ പിള്ളേരെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ടെൻഷനായിരുന്നു. ഇത്രയും പിള്ളേരെ കൊണ്ടിട്ട് ഇവരെങ്ങനെയാണ് നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ടീച്ചർമാർ ഇത്രയധികം കെയർ ചെയ്തത്. മറ്റുള്ള സ്കൂളിലെല്ലാവരും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്കതിനുള്ള ധൈര്യം ഇല്ല. കാരണം അതങ്ങനെയാണ്, നമുക്ക് അങ്ങനെയുള്ള ധൈര്യം ഇല്ല. കാരണം നമുക്ക് ഒന്നും വരാതെ നമുക്ക് അവരെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അടിച്ചു പൊളിച്ച ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് മടക്കം നമ്മുടെ സ്കൂളിലേക്കാണ്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നത്. അപ്പോൾ മുരുകൻ ചേട്ടനും ടാറ്റ പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അധികം ഇരുട്ടായിട്ടുമില്ല. കാരണം ആന ഇറങ്ങുന്ന സ്ഥലമായതെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പിള്ളേരെയൊക്കെ കൊണ്ട് വരുന്നതല്ലേ, അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മളെല്ലാവരോടും ടാറ്റ പറഞ്ഞ് സിൽവർ സ്ട്രോമിൽ നിന്ന് നമ്മളിറങ്ങി നേരെ നമ്മൾ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ അതേ നമ്മുടെ പേരൻസൊക്കെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും സുരക്ഷിതരായിട്ട് അവരെങ്ങനെയാണോ അവരുടെ പിള്ളേരെ തന്നത് അതുപോലെ തിരിച്ച് നമ്മൾ അവരെ ഏൽപ്പിച്ചു. ഇറങ്ങുമ്പോൾ അവർക്ക് ഓരോ ഓറഞ്ചും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഈ വർഷത്തെ വിനോദയാത്ര അങ്ങോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ടീച്ചർമാരോടും മുരുകൻ ചേട്ടനോടും ഷേളിയമ്മോടൊക്കെ ഒരുപാട് നന്ദി. നമ്മുടെ മക്കളെ ഇത്രയധികം നോക്കിയതിനും നമ്മുടെ മക്കളെ ഒരു പോറൽ പോലെ ഏൽക്കാതെ തിരിച്ചേൽപ്പിച്ചതിനും പ്രത്യേകിച്ച് എച്ചമ്മനും ഒരുപാട് സന്തോഷം. ഞങ്ങൾ എന്താവശ്യത്തിനും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഇനിയും തുടർന്നും എല്ലാ ഉയരങ്ങളിലേക്കും നമ്മുടെ സ്കൂൾ എത്തട്ടെ, ഒരുപാട് കുട്ടികൾ വരട്ടെ എന്നൊക്കെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങൾക്കും ഇത് എന്താ പറയുക ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. അതും നമ്മുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ അവരിൽ ഒരാളായിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരുപാട് നന്ദി.
Okay. This is most important.